Welcome to my 4 a.m. morning routine. ഇതാണ് ആര്യൻകുട്ടൻ്റെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്. എന്താ പിന്നെ കുഞ്ഞു കാലിൽ ചക്കിപ്പോച്ചക്ക് ചക്കര മുഖം പൊടിച്ചു. ഇന്ന് ഹാപ്പി ബോയ് ആയിട്ട് ഇരിക്കണേ സ്കൂളില്. ഒരു ഉമ്മ, അമ്മയ്ക്ക് ഒരു ഉമ്മ. HNHലാണ് ഞാനും ഗോപും വർക്കൗട്ട് ചെയ്യാൻ വരുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ 4 a.m. മോർണിംഗ് റുട്ടീൻ. ഈ ഒരു സൈലൻ്റ് ആയിട്ടുള്ള മോർണിംഗ് ടൈം ആണ് എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്കൊരു ഡേയിൽ ഇഷ്ടമുള്ള എൻ്റെ ടൈം. പീസ്ഫുൾ, കോസി ആൻഡ് ഓൾ മൈൻ. മോർണിംഗ് എണീക്കുമ്പോൾ തന്നെ നല്ല ആ സാമ്പ്രാണിയുടെയൊക്കെ സ്മെല്ലോടുകൂടി ക്യാൻഡിൽസിൻ്റെയൊക്കെ ലൈറ്റോടുകൂടി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഡിസംബർ മോർണിംഗ്സ്, പ്രത്യേകിച്ച് ഏർലി മോർണിംഗ് നമ്മൾ എണീക്കുമ്പോൾ നമ്മുടെ വെതർ നല്ല ചില്ലി വെതറാണ് കേട്ടോ. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടാവും. അപ്പം എണീറ്റ് നല്ലൊരു ബ്ലാക്ക് കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ ഇവിടെ കുറച്ച് നേരം ഇരിക്കും. This moment, no one can tell where we should go. Oh, it's coming. ഇനിയിപ്പോൾ ഞാനൊന്ന് പോയിട്ട് നല്ലൊരു കുളി കുളിച്ചിട്ട് വരാം. തല കഴുകില്ല, ജസ്റ്റ് ഒന്ന് മേല് കഴുകിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ രാവിലെ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇത് ഡിസംബർ മന്താണ്. നമ്മുടെ ഡിസംബർ മോർണിംഗ്സ് എപ്പോഴും ഇവിടെ നല്ല തണുപ്പുണ്ട്, നല്ല ചില്ലി വെതറാണ്. പക്ഷേ ഈ തണുപ്പത്ത് ഡ്രൈനസ് ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി അഫക്റ്റ് ദ അപ്പിയറൻസ് ആൻഡ് ഹെൽത്ത് ഓഫ് എക്സ്പോസ്ഡ് ബോഡി പാർട്സ് ലൈക്ക് ദ ഫേസ് ആൻഡ് ലിംസ്. അപ്പോൾ ഈ ഒരു തണുപ്പ് സമയത്ത് നമ്മുടെ സ്കിന്നിൽ ഡൾനെസ്, ലോസ് ഓഫ് ഗ്ലോ, വൈറ്റ് പാച്ചസ്, അതുപോലെ തന്നെ സ്ക്രാച്ചി, ഡാർക്ക് ആൻഡ് ഡ്രൈ സ്കിൻ എന്നീ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുക വളരെ കോമൺ ആണ്. ഇത് പക്ഷേ നമ്മളെ ഫ്രീക്വൻറ്റ് റീമോയ്സ്ചറൈസിംഗിലേക്ക് ലീഡ് ചെയ്യും, എസ്പെഷ്യലി നമ്മൾ ഔട്ട്ഡോഴ്സിൽ ലോങ് അവേഴ്സ് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഞാൻ ഇനി താഴെ പറയുന്ന 3 ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഡ്രൈ സ്കിന്നിനെ അതിന്റെ നോർമൽ സെൽഫിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ടു മെയിൻറ്റെയിൻ എ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ടച്ച് ഫോർ ലോങ്ങർ. ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ വിത്തൗട്ട് ബീങ് ഗ്രീസി, സ്കിൻ ബാരിയർ സപ്പോർട്ട്, സ്കിൻ പ്രൊട്ടക്ഷൻ. ഹിമാലയ കോക്കോ ബട്ടർ ഇന്റൻസീവ് ബോഡി ലോഷൻ enriched with Hydra NutriBalance and the power of 3 natural ingredients: cocoa butter, plant-based glycerin, wheat germ oil moisturizes your skin from within. നിങ്ങൾക്ക് ആ ബട്ടറി സോഫ്റ്റ് സ്കിൻ വേണമെങ്കിൽ സ്കിന്നിന് ആ ഒരു എക്സ്ട്രാ കെയർ ആൻഡ് നറിഷ്മെന്റ് കൊടുത്തേ പറ്റുള്ളൂ. ഇതിലുള്ള കൊക്കോ ബട്ടർ നമ്മുടെ സ്കിൻ ഇന്റൻസ്ലി മോയ്സ്ചറൈസ് ചെയ്തിട്ട് സോഫ്റ്റൻ ചെയ്യും. ഇറ്റ് ഹാസ് എ നോൺ ഗ്രീസി ഫീൽ, ensures your skin looks fresh and non-oily with no greasy residue after application. ഇതിന് ഒരു മൈൽഡ് കോക്കോ ഫ്രാഗ്രൻസ് ഉണ്ട് that leaves a pleasant refreshing scent of cocoa that enhances your experience. ഇത് നമ്മളുടെ സ്കിൻ ഡീപ്ലി
നറിഷ് ചെയ്യും, മോയ്സ്ചറൈസ് ചെയ്യും ആൻഡ് ഡ്രൈ സ്കിൻ റിപ്പയർ ചെയ്യും. ഇതിൽ നാച്ചുറലി ഡിറൈവ്ഡ് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ടു റീസ്റ്റോർ സ്കിൻസ് ഇലാസ്റ്റിസിറ്റി, ലീവിംഗ് ഇറ്റ് സോഫ്റ്റർ ആൻഡ് മോർ ടോൺ ദാൻ ബിഫോർ. ഇതിൽ ഹൈഡ്ര ന്യൂട്രി ബാലൻസ് ഉണ്ട്, എ പെർഫെക്റ്റ് ബാലൻസ് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ഹൈഡ്രേഷൻ. നല്ല ഒരു ഷവർ എടുത്ത് കഴിഞ്ഞ ശേഷം ഇമ്മീഡിയറ്റ്ലി ആ ക്ലെൻസ്ഡ് സ്കിന്നിൽ നമുക്ക് ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാം. ഒരു കോയിൻ സൈസ് ഡോളോപ്പ് ഓഫ് ലോഷൻ നമ്മുടെ കയ്യിലെടുക്കുക, എന്നിട്ട് താഴേന്ന് മുകളിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ എൻറ്റയർ ബോഡിയിൽ ഒരേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ജെന്റ്ലി മസാജ് ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് എന്നിവയിലും ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി എൻ്റെ ചെറിയൊരു കുക്കിംഗ് ടൈമാണ്. 1 hour ഞാൻ കുറച്ച് ടൈറ്റാണ് ഇവിടെ. മോൻ്റെ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, സ്നാക്സ് ഇതൊക്കെ കൂടി ഞാൻ പാക്ക് ചെയ്യും. അപ്പം ഗോപു ഒരു 5-5:30 യൂഷ്വലി എണീക്കുന്നതാണ്. ഇന്നിപ്പോൾ ഷൂട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു എണീക്കണ്ട, കാരണം ഇത് കുറച്ച് ദിവസമായിട്ട് മോൻ എൻ്റെ കുക്കിങ്ങിൻ്റെ ശബ്ദമൊക്കെ കേട്ട് രാവിലെ എണീറ്റ് പിന്നെ അവന് അമ്മേനെ കാണണം, അമ്മ കൂടെ കിടക്കണം എന്നൊക്കെയുള്ള വാശിയാണ്. അപ്പോൾ പിന്നെ എൻ്റെ കുക്കിംഗ് സമയം കുറേ ലേറ്റാവും. സ്കൂൾ ബസ് 7:30 അതിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാം റെഡി ആക്കണം, അവനെ കുളിപ്പിക്കണം, ഒക്കെ ചെയ്യണം. അപ്പം ഞാൻ ചോറ് വെച്ചു. ഇനി ബ്രോക്കലി എടുക്കണം. പിന്നെ എന്തായിരുന്നു ഇതെന്ന് എടുക്കണ്ടേ? ആര്യന് ലഞ്ചിന് വേണ്ടിയിട്ട് ചെറിയൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ബ്രോക്കലി, പൊട്ടാറ്റോ, ക്യാരറ്റ്, പിന്നെ എന്തായിട്ട് പീസ്, ഗ്രീൻ പീസ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് എഗ്ഗും കൂടെ ഇടും. അപ്പോൾ ഒരു ഹോൾസം മീലാവുമല്ലോ. അപ്പോൾ അങ്ങനെ അതാണ് അവൻ്റെ ഇന്നത്തെ ലഞ്ച്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഫ്രിട്ടേഴ്സ് ഉണ്ടാക്കുകയാണ്. ബ്രോക്കലിയും പൊട്ടാറ്റോയും എഗ്ഗും ഓട്സിൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു മാവ് ഉണ്ടാക്കും. എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കും. അപ്പോൾ അതവന് ഇഷ്ടമാണ്, ഇങ്ങനെ പിടിച്ച് കഴിച്ചോളും. ഇതൊന്ന് സെറ്റാകുമ്പോഴേക്കും ഞാൻ സ്നാക്കിൻ്റെ ബാഗ് കൂടെ ഒന്ന് വേഗം പാക്ക് ചെയ്യും. അതാകുമ്പം പെട്ടെന്ന് കാര്യങ്ങൾ തീരുമല്ലോ. കുറച്ച് കാഷ്യൂസ് ഇതുപോലെ അതിൻ്റെ സ്കിൻ കളഞ്ഞിട്ട് ഞാൻ അവന് എടുത്ത് വയ്ക്കും. അപ്പം അതിഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ കഴിക്കും എന്നൊക്കെ പറയും.
ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. കുറേ കാലമായി വ്ളോഗ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈഡ് റൈസിനുള്ള വെജീസും അതുപോലെ ഗ്രീൻ പീസ് വേവിച്ചതൊക്കെ ഞാൻ തലേദിവസം ചെയ്യും. അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് ചോറുണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ എളുപ്പപ്പണി എടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പം മാക്സിമം എളുപ്പപ്പണി തലേദിവസം രാത്രി തന്നെ എടുത്ത് വയ്ക്കും, എന്നാലേ സമയം തീരുള്ളൂ. ബ്ലാക്ക് കോഫി രാവിലെ എണീറ്റൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഈ സാധാരണ ബ്രൂ കോഫി കുടിക്കാൻ എന്തൊരു സുഖം അറിയാം. ബ്രോക്കലി, ഇത് ചോറ് അതിനിപ്പോൾ ഉണ്ടാക്കാം. ഞാൻ നല്ല കിടുക്കാച്ചി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പഠിച്ചു ഗൈസ്. എനിക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അപ്പം നെയ്യൊക്കെ ഇട്ട് വെജീസും എഗ്ഗൊക്കെ ഇട്ട് നല്ല കിടുപോലത്തെ ഫ്രൈഡ് റൈസ് ഞാൻ കിഡ്സിൻ്റെ സ്പെഷ്യലാണ്. എനിക്ക് വലിയ ആൾക്കാരുടെ അറിയില്ല. കിഡ്സിന് ഇഷ്ടമാവുന്ന ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചു. യെസ്, ഈയിടെയായിട്ടാണ് ഇങ്ങനെ കൂളായിട്ടിരുന്ന് കോഫിയൊക്കെ എൻജോയ് ചെയ്ത് തുടങ്ങിയത്. അല്ലെങ്കിൽ ഞങ്ങളവിടെ കിടന്ന് പെടപ്പായിരുന്നു. ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും ഓടും. ഒരാൾ കാപ്പി ഇങ്ങനെ കുടിച്ചില്ല എന്നാക്കും. രാവിലെ നേരത്തെ നിൽക്കുമ്പോൾ എന്തൊരു സുഖം അറിയാം. റൈസിൽ ഉപ്പിട്ടില്ല. എൻ്റെ 3 കൊല്ലത്തെ സർവീസിൽ ഞാനൊന്ന് ഉപ്പിടാൻ മറന്നു പോയത്. ഇപ്പം ശരിയാക്കി തരാം. എടുക്കണ്ട. ഇതാണ് ആര്യൻകുട്ടൻ്റെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്. ഇത് ആര്യൻ്റെ ടിഫിൻ രാത്രി കഴുകി വെച്ചതാണ്. രാവിലെ ഞാൻ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് വെച്ചെടുക്കും, തുടച്ചെടുക്കും. थोड़ा ആപ്പിൾ വെക്കലേ. എപ്പോഴും ഫ്രൂട്ട്സ് വെക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൻ ആപ്പിൾ കഴിക്കുന്നില്ലല്ലേ? അല്ലെങ്കിൽ 3-4 ആപ്പിൾ കഴിക്കുന്ന 2-3 ദിവസമായിട്ട് ഇപ്പോൾ ആപ്പിൾ തിരിച്ചു കൊണ്ടുവരിക കഴിക്കാതെ. മേ ബി ലഞ്ചിൻ്റെ കൂടെ വെക്കുമ്പോൾ ഈ വില്ലേജ്. ഇതാണ് അപ്പോൾ ആര്യൻകുട്ടിൻ്റെ ലഞ്ച് ബോക്സ്. എഗ് ഫ്രൈഡ് റൈസും ഉണ്ട്, കുറച്ച് ആപ്പിൾസും. നാലഞ്ചാറായിട്ട് കുക്കിലേ എന്തില്ലെങ്കിലും ഉണ്ടല്ലോ അമ്മ നന്നായിട്ട് വന്നിട്ടുണ്ടാവും അത്. കാരണം ഉരുളക്കിഴങ്ങൊക്കെ വേറെ സമയം എടുക്കും. ഉരുളക്കിഴങ്ങോ? എന്താ പറയുന്നത്, ചിക്കൻ്റെ കൂടെ ഒക്കെ ഇടുമ്പം വെറുതെ വേവുന്ന സാധനം അത്. അയ്യോ വെന്തല്ലോ. വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും അത്. പ്രീ വർക്കൗട്ട്, ഡ്യൂറിങ് വർക്കൗട്ട്, പോസ്റ്റ് വർക്കൗട്ട് പ്രോട്ടീൻ പൗഡർ. ഇത് കുക്കുവാന് ഡ്യൂറിങ് വർക്കൗട്ട്. നല്ലോണം വെള്ളം കുടിക്കും, 200 ml. പിന്നെ അവൾക്ക് വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഇത് കുടിക്കുന്നതിന് മുന്നേ ഷേക്ക് ചെയ്യുന്നില്ലേ? സോറി, കുടിക്കുന്നതിന് മുന്നേ ഷേക്ക് ചെയ്യുന്നില്ലേ? സെറ്റ്. കുപ്പിപ്പാല് തരാലോ? എന്താ പിന്നെ അത് ലൈറ്റ് ആയിട്ടല്ലേ? കണ്ണില് ലൈറ്റ് ആയോ കുഞ്ഞിന്റെ? കുഞ്ഞിന്റെ കണ്ണില് ലൈറ്റ് ആയി പോയോ? എന്താ ഇത്ര നേരത്തെ എണീക്കണേ? അമ്മ അവിടെ കെടുത്തട്ടെ? കെടുത്തട്ടെ മുത്തേ? ബാ. അത് അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. കിടന്നോ. ഓക്കെ, മോർണിംഗ് ആയി കേട്ടോ. ഗുഡ് മോർണിംഗ് ആയിടാ. എന്ത് പറ്റും? കുപ്പിപ്പാല് കുച്ചാന്നാലേ? ഇന്ന് ഇവിടെ കിടന്ന് കുച്ചോ കുഞ്ഞ്? ഇതപ്പേ മോൻ്റെ കൂടെ ഇരിക്ക്. അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി തീർക്കാനുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ അപ്പയോട് പറഞ്ഞത് ഇവിടെ കിടക്കണം. അപ്പ ഇരിക്കട്ടെ മുത്തേ കൂടെ. അമ്മ പോകുന്നില്ല, അമ്മ ജസ്റ്റ് ഫ്രിറ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് വരാം. ആര്യൻകുട്ടനെ ഓരോ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഇങ്ങനെ മാറി മാറി പരീക്ഷിച്ച് കൊടുത്ത് വിടും. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ കഴിക്കുന്ന കാണാറുണ്ട്, ഫിനിഷ് ചെയ്ത് വരാറുണ്ട്. കാണിച്ചു തരാം. ഈ മാവിൽ ബ്രോക്കലി ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, 2 എഗ്ഗ് ഉണ്ട്, ഓട്സ് ഉണ്ട്. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് ഹോൾസം ആണ്. ഇത് ചെറിയ റൗണ്ട്സ് ഞാനിങ്ങനെ ഉണ്ടാക്കും. കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഇത് നല്ലത്. ഒരു 3 എണ്ണമൊക്കെ വെക്കാറുള്ളൂ. ബാക്കിയുള്ള മാവ് ഞാൻ എടുത്ത് വെച്ചിട്ട് 2 ഡേയ്സ് കഴിഞ്ഞിട്ട് എഗെയിൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഇതായാൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ആയി. ആര്യൻകുട്ടനുള്ള ഒരാൾക്ക് ഗുഡ് മോർണിംഗ് ആയോ? അമ്മയുടെ കുഞ്ഞുകുത്തിന് ഗുഡ് മോർണിംഗ് ആയോ? എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ചുന്ദര കുറ്റാനോ? പാല് കുച്ചോ? കുച്ചോപ്പേ? അത് ചാടില്ല. വാ, അമ്മ ഒരു ചായ കുടിക്കുമ്പോ ആര്യൻകുട്ടൻ പാല് കുച്ചും അല്ലേ? ഫ്രിട്ടേഴ്സ് പാക്ക് ചെയ്യട്ടെ. ആര്യൻകുട്ടൻ ഇന്ന് ഫ്രിട്ടേഴ്സ് ആണേ. ഫുള്ളും ഫിനിഷ് ചെയ്യണം കേട്ടോ. ഫിനിഷ് ചെയ്യോ പറയൂ. ആപ്പിൾ ഇല്ലല്ലോ. അപ്പൊ അത് ആപ്പിൾ ഇതിൽ പോവില്ലടാ. ഇത് വെച്ച് ഇത് മതി മോനെ. അത് കഴിച്ചോ? തിന്നാൻ പറ്റില്ലെന്ന് ആഗ്രഹിക്കുമ്പോ ലഞ്ചിന് അമ്മ ഫ്രൈഡ് റൈസ് വെച്ചിട്ടുണ്ട്, കഴിക്കണേ. ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രിട്ടേഴ്സ് ഉണ്ട്, കഴിക്കോ? ഫ്രിട്ടേഴ്സോ? ആ, പുതിയ ഫ്രൈഡ് റൈസ് കഴിക്കില്ലേ? ഓക്കെ, നോക്ക് ഇങ്ങോട്ട് നോക്ക്. ഫുഡ് എല്ലാം കഴിച്ചിട്ട് വരണം കേട്ടോ വീട്ടിൽ വരുമ്പോ. പ്രോമിസ് ആണോ? ഓക്കെ. ഇന്ന് കളർ ഡ്രസ് ആണ് കേട്ടോ കുട്ടന്. ഇന്ന് ഓറഞ്ച് കളർ ഡേ ആണ് ആര്യൻകുട്ടന്റെ സ്കൂളില്. അപ്പൊ നമ്മള് കളർ ഡ്രസ് ഇടും അല്ലേ? ഓക്കെ, ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. കുക്കുവിന് സ്ക്രാമ്പിൾഡ് എഗ് ആൻഡ് ഫോർ മീ. അങ്ങനെ രാവിലെ എണീക്കുമ്പോൾ എല്ലാ ഭാര്യമാർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഞാനിത് കഴിച്ച് നേരെ പോവും. ആര്യൻകുട്ടൻ അപ്പയുടെ കൂടെ വർക്കൗട്ട് ചെയ്യാൻ വരാറുണ്ട് കേട്ടോ ഈവനിങ്ങിലേ. ആര്യൻകുട്ടൻ എന്താ ചെയ്യാ? ഓടും. ത്രെഡ്മില്ലിൽ ഓടും ആര്യൻകുട്ടൻ അപ്പയുടെ കൂടെ അല്ലേ? ആര്യൻകുട്ടാ എന്നാ മിണ്ടണ്ട. അപ്പേ ആര്യൻകുട്ട എന്നോട് മിണ്ടുന്നില്ല കേട്ടോ. ഇന്ന് ഓറഞ്ച് കളർ ഡേ ആണല്ലോ. പക്ഷെ ഓറഞ്ച് ടീഷർട്ട് നമുക്ക് ഒന്നേ ഉള്ളൂ, അത് ഇടാം അല്ലേ? ഒരു കുറച്ച് ഓൾഡ് വണ്ണാണ്, ബട്ട് ദാറ്റ്സ് ഓക്കെ അല്ലേ? കുറച്ച് ടൂ ചെറുതല്ല കേട്ടോ, അതിടാം അല്ലേ? അതിന് കുഴപ്പമില്ല, എനിക്ക് വന്നോട്ടെ. പക്ഷെ അവിടെ വന്നെടുക്കുമ്പോൾ സമയം 7 മണി ആവാൻ പോകുന്നതേ ഉള്ളൂ. യൂഷ്വലി 6:30 ആകുമ്പോൾ ഈ പണികളൊക്കെ കഴിയും. പക്ഷെ നമ്മൾ ഷൂട്ടും കൂടി ചെയ്യുന്നതുകൊണ്ട് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിലേ ആവുന്നതാണ്. ബൈ. വാ പൊന്നെ, വാ ബ്രഷ് ചെയ്യാം നമുക്ക്.
നമുക്ക് നോക്ക് ഓറഞ്ച് കളർ ഡേ ഡ്രസ്സാണ് ഇന്ന്. ഉയ്യോ, നമ്മൾക്ക് ഫസ്റ്റ് എത്തണ്ടേ സ്കൂൾ ബസ്സില്? എപ്പോഴും എത്തുന്ന പോലെ വി ആർ ദ ഫസ്റ്റ് എത്തുന്ന പീപ്പിൾ. കുഞ്ഞു കാലിൽ ചക്കിപ്പോച്ചക്ക് ചക്കര ഉണ്ണാനെല്ലിയും മുഖം പൊടിക്കുന്നു. ഉണ്ണി പാലിട്ടും പാവം തിരുത്തിപ്പോഴും ചക്കര നോക്കട്ടെ, ഹെയർ കാണിക്കാൻ മോനെ. അമ്മ ഈ ഡ്രസ് വലുതായി. ഏതാ? ട്രൗസർ അല്ലേ? അല്ല, ഈ ഡ്രസ് അത് വലുതാണ്. ഗുഡാണ് ആ ഡ്രസ് കേട്ടോ. നോക്കട്ടെ, സുന്ദരനായോ നോക്കട്ടെ. ഈ ഡ്രസ്സും എന്റെ സൈസായി. മുത്തിന്റെ സൈസായി. ഇഷ്ടായോ? ഹൈഫൈ തരും ഇഷ്ടായെങ്കില്. ആര്യങ്കുട്ടൻ്റെ ബസ് വരാൻ 10 more minutes ഉണ്ട്. ബൈ ദ ടൈം ഞാൻ എൻ്റെ ജിം ബാഗ് കൂടെ പാക്ക് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പം ബാഗ് പാക്ഡായി. ഇന്ന് ഹാപ്പി ബോയ് ആയിട്ടിരിക്കണേ സ്കൂളില്. ഇപ്പം സമയം 7:29. വാവ്, 7:30ക്കാണ് ബസ്. അപ്പം നമ്മൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇവിടെ എത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. അതാണ് ആദ്യമൊക്കെ ഈ ഒരു ടൈമിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറേ നേരം എടുത്ത് ഇവനെ റെഡിയാക്കി കൊണ്ടുവരാ, കുക്കിങ് അത് ഇത്. പക്ഷെ ഇപ്പം എല്ലാം ആ ഒരു ട്രാക്കിലേക്ക് വീണതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് 1 മിനിറ്റ് മുന്നെങ്കിലും ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റും, സ്ട്രെസ് ഇല്ലാണ്ട്. അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അവൻ്റെ മോർണിംഗ് പരിപാടികളിലെ മേജർ പാർട്ട് കഴിഞ്ഞു. 7:30 മോൻ്റെ ബസ് വന്നു, പിക്കപ്പ് ചെയ്തു, കുഞ്ഞ് സ്കൂളിലേക്ക് പോയി. ഇനിയിപ്പോൾ ദേ ഈ ഫുഡ് ഞാൻ കഴിക്കുന്നു. ജസ്റ്റ് എഗ്ഗ് മാത്രമാണത്. ഡ്രസ്സ് മാറുന്നു, നമ്മൾ ജിമ്മിലേക്ക് പോകുന്നു. ഒരു 7:55 ഒക്കെ ആകുമ്പോഴേക്ക് നമുക്ക് ജിമ്മിലേക്ക് ഇറങ്ങണം. എന്നാലേ നമുക്കൊരു 8:10, 8:15 ഉള്ളിൽ അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പം മീറ്റ് മൈ ബ്രദേഴ്സ്, അച്ചു, മിഥുൻ, വാ. അത് ഇവനെ അറിയുന്നുണ്ടാവില്ല. ഇവൻ്റെ ഹോം ടൂറാണ് ഗൈസ്. ഞാൻ അന്ന് കാണിച്ചെന്നില്ലേ ഒരു ഫ്ലാറ്റ്. അപ്പോൾ ഇതാണ് H&H പ്രീമിയം ഫിറ്റ്നസ് സെൻറ്റർ. H&Hലാണ് ഞാനും ഗോപും എൻ്റെ ഈ 2 ബ്രദേഴ്സും ഫാമിലിയായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വരുന്നത്. I see it in your eyes. Yeah, I can read the signs. You need to get away. It's time we make a change. ഗൈസ്, അപ്പോൾ നമ്മൾ H&H കാക്കനാടാണുള്ളത്. ഇത് മനൂസ് വിത്ത് ജോസഫ് ഞങ്ങളുടെ ട്രെയിനറാണ്. ആള് H&H കാക്കനാടിലെ മാനേജറാണ്. എൻ്റെ ഗോപുവിൻ്റെ പേഴ്സണൽ ട്രെയിനറാണ്, സെലിബ്രിറ്റി ട്രെയിനറാണ്. എസ്പെഷ്യലി നമ്മുടെ ആക്ടർ
ഡോക്ടർ ജയസൂര്യയുടെ ട്രെയിനറാണ്. പിന്നെ ഞങ്ങളുടെ ഇപ്പൊ ഞങ്ങളുടെ പുള്ളി കുറേ കാലം അബ്രോഡായിരുന്നു, GCC ആയിരുന്നു, ദുബായിലും വർക്ക് ചെയ്യാൻ പറ്റി. അതെ, നാട്ടിലാണ്. അവിടുത്തെ എന്തൊക്കെയാ ടൈറ്റിൽ എന്തൊക്കെയാ? ടൈറ്റിൽ ഞാൻ ദുബായ് ഷോ ചെയ്തിട്ടുണ്ട്, മിസ്റ്റർ കേരള ആയിട്ടുണ്ട്. പിന്നെ ഒരു 16 years ആയി ഫീൽഡിൽ ട്രെയിനറായിട്ടും ബോഡി ബിൽഡറായിട്ടും ഒക്കെ. മനു സ്മിത്ത് ജോസഫ് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. You and I wanna leave everything behind. If you wanted to, promise you we will be alright. If it's you and I, I want you to myself. We can stay in hotels, just living off the edge. Only good times. ഒരു ക്ലാസ്സിലെ മറ്റേ മനുവിന്റെ സ്റ്റുഡൻസിലെ ഇത് ബുജിയും മറ്റേ പഠിപ്പിച്ച ക്ലാസ്സിലെ ഇത് അലമ്പും. നല്ല ഞാൻ പേരല്ലേ രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്യും കേട്ടോ. ഗോപന് പക്ഷെ നല്ല ഇമ്പ്രൂവ്മെന്റ് അല്ലേ? നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. സ്ട്രെങ്ത് ഉള്ളതും ബിൽഡായി, മസിൽസ് ബിൽഡായി. ഞങ്ങളുടെ 3 മാസം കൊണ്ട് ഒരു അടിപൊളി ട്രാൻസ്ഫോർമേഷൻ പോസ്റ്റ് ചെയ്യും. 3 മാസത്തിൽ ഞാനും പോസ്റ്റ് ചെയ്യും. പുള്ളിക്കാരുടെയും പോസ്റ്റ് ചെയ്യും. ഗോവയിൽ നിന്നും 250 രൂപയ്ക്ക്. നിങ്ങൾ ഞങ്ങളുടെ ഗോവ വ്ലോഗ് കണ്ടോ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കുറെ പേര് അത് കണ്ടിട്ടില്ല. ഓക്കെ, ഗോപൻ എല്ലായിടത്ത് പോയാലും എന്നെ കരിവാരി തേക്കുന്ന സ്വഭാവം കുറച്ച് കൂടുന്നുണ്ട്. അതെന്റെ നല്ല മനസ്സായതുകൊണ്ടാണ്. മനസ്സ് മാത്രം നന്നാണ് ഗോപ. ഇനി കുറച്ച് എന്നെ നല്ലത് പറയാ ഗോപു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു നിന്നെ കാണാൻ, പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് ഡ്രസ്സിൽ. എനിക്കൊന്ന് എന്റെ ഫുഡ് എടുത്ത് വെച്ച് തരൂ പ്ലീസ്. പക്ഷെ ഗോപുന് നല്ല മാറ്റുണ്ട് കേട്ടാ. ഗോപു ഭയങ്കര ചുള്ളനായിട്ടുണ്ട്. ഓട്സ്, 3 എഗ്ഗ്. ഇതാണ് നമ്മുടെ വെരി ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ്. താങ്ക്സ് ടു ട്രെയിനർ. എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന കൊച്ചായിരുന്നു. ഇതാണ് എൻ്റെ ഒരു 4 AM മോർണിംഗ് റുട്ടീൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് ലവ്.